ആരാ ഉറങ്ങട്ടേന്നാ എനിക്ക് കിട്ടിയ 12 മണി. അതിന് ചായ കാപ്പി കാപ്പിയാ അതെ ഇന്ന് ഇന്നലെ പാർട്ടിക്കൊണ്ടാ അത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ മറന്നു കേട്ടോ എനിക്കൊന്നും ഓർമ്മയില്ല നിന്റെ പാതി കൊണ്ട് എവിടെ പോണേ അതെ എന്തുദ്ദേശം എന്താ കാപ്പിനാണോ മോള്? എന്തിന് രാവിലെ എന്താണ് ചീത്തേക്കണേ? അത് എനിക്ക് മനസ്സിലായി എന്നാ നീ എടുത്തിട്ട് ഇത് വല്ലോണ്ട് വിട്ട് നീ കാപ്പി ഉണ്ടാക്കൂ നിന്നെ ആര് വിളിച്ചാലും നിനക്കെന്താ അല്ല നിനക്കെങ്ങനെ എന്നെ വിളിയൊക്കെ അറിയാം നീ ഇവള് പറഞ്ഞു വിട്ടാണ് എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അന്നൊരു അബദ്ധം പറ്റിയതാണ് ഞാനിപ്പോ ഡീസന്റാ കാപ്പിയൊക്കെ ഉണ്ടാക്കണേന്ന് അതൊക്കെ ഒന്നും അറിയാൻ പാടില്ല കോഫി കൊള്ളാണ്ട എപ്പോഴാ പോണം അല്ല ഇരിക്കണ പോവാനും ഉദ്ദേശമൊന്നുമില്ലേ? ഞാൻ എന്തിനാ പോണേ? എന്തിനാ പോണെന്നാ ഇപ്പൊ തന്നെ എന്റെ അമ്മ വിളിക്കും അവര് വിളിച്ചാലേ വീഡിയോ കോളിൽ മൊത്തം സ്ഥലവും കാണിച്ചു കൊടുക്കണം എന്നെ അത്രക്ക് വിശ്വാസമാണ് അവരാണ് അടക്കാനുള്ള റെന്റൊക്കെ തന്നെ അമ്മ വിളിച്ചപ്പോ എന്താ റെന്റ് കിടക്കണ നമ്മളല്ലേ? നമ്മളാ നമ്മള് എനിക്ക് പണിയൊന്നുമില്ല അപ്പൊ നിന്റെ ജോലി എന്ത് ചെയ്യും? ജോലിയാ ഇത്രയും സപ്ലിയുള്ള എനിക്ക് ആര് ജോലി തരാനോ കണ്ടോ അമ്മേ ഞാൻ പറഞ്ഞില്ലേ 100 വയസ്സാണ് മിണ്ടല്ലിട്ട് ഞാൻ എടുക്കാം ഹലോ അമ്മ ഇതാരാ? ഞാനാ താര. താരയോ? ഏത് താര? അജു നീ ഇതിനാണോ ഫ്ലാറ്റ് എടുത്ത് അവിടെ പഠിക്കാനാന്ന് പറഞ്ഞ് താമസിക്കണേ? എടാ അമ്മ എന്താടാ അങ്ങനെയൊക്കെ പറഞ്ഞേ? അമ്മ പിന്നെ എന്തിനാ പറയണ്ട നിന്നോട് ഞാൻ പറഞ്ഞേലെ വിളിക്കണ്ട നീ കഥ മൊത്തം ഞാൻ കേൾക്കണം എടാ അപ്പൊ നിന്റെ പഠിത്തം കഴിഞ്ഞില്ലേ? സപ്ലിയുള്ളവന്റെ പഠിത്തം ഇങ്ങനെ കഴിയാനാ നീ ഏത് വർഷത്തെ കാര്യം പറയണേ? ഈ വർഷത്തെ നീ ഇനി അമ്മേനെ വിളിക്കാൻ പോണോ? എടാ ഇതെന്താണ് 2022 പഠിക്കണേ? 2022 അല്ലേ 26 നിനക്കെന്തൊരു പ്രാന്താണാ നിനക്കെന്നെ അറിയില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്താ സമാധാനായിട്ട് കേക്കോ? എന്താണ് ഇവിടെ ഒന്ന് ഇരിക്കാമോ? അത് വേണം ഒന്ന് പോയി തരോ ഞാൻ പറയല്ല നീ ഇവിടെ ഒന്ന് ഇരിക്കേ. എന്താ വിഷുവിനെ അറിയില്ലേ? ആ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ. ആ അതാണ് നിന്നോട് കണ്ടോലോ എന്റെ ഗേൾ ഫ്രണ്ട് ആണ്. എന്റെ ഗേൾ ഫ്രണ്ട് ഗൗരിയാണ്. എടാ അത് 3 വർഷം മുമ്പ്. ഇപ്പഴത്തെ ഗേൾ ഫ്രണ്ട് ഞാനാണ്. എന്നിട്ട് എടാ ഇത് കണ്ടാ? ഇത് ഞാനല്ലേ? ഇത് ഞാനാ. ഓ എഡിറ്റിംഗ് ഒക്കെ അറിയാലേ? അപ്പൊ ഇത് ഏതാണോ നീ പറയണേ? എന്താണ് അപ്പൊ നിനക്ക് ജെമിനി ChatGPT ഒന്നും അറിയില്ലേ? അവന്മാരായിരിക്കും ഇത് എഡിറ്റ് ചെയ്തെന്നാ? എടാ ഇത് നമ്മളാണ്. ഈ ഫോട്ടോ ഉണ്ട് നമ്മൾ 5 പേര് നിൽക്കണത് കഴിഞ്ഞ വിഷുവിന് എടുത്തത്. ദേ വരുൺ, ദേ ഐഷു, ഗൗരി, എല്ലാരും ഉണ്ട്. അവന്റെ കാമുകിയാണ് നിന്നെ ഗൗരിനെ ഈ നാട്ടുകാരെ ഫുള്ളറിയാം ഇവിടുന്ന് ഇറങ്ങി പോണില്ല പൈസ കൊടുക്കേണ്ടി വരും. അജു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാണ്ടോ? എടാ വരണേ നീ ഉച്ചക്ക് ഫുഡ് കഴിക്കാണ്ടാവുന്നത് അവരെന്തായാലും ഉണ്ടാവട്ടെ അവരെല്ലാം മനസ്സിലായില്ലേ? അവരെല്ലാം മനസ്സിലായി. 2026 അതെ അതെ ഐശ്വര്യ വിളിച്ചോ നാട്ടുകാരെ ഫുള്ള് വിളിച്ചോട്ടാ എല്ലാരും വിളിച്ചോ. ഐഷു നീ ഇന്ന് ഫ്ലാറ്റിലേക്ക് വന്നോ? എനിക്ക് ഐഷുവിന്റെ ഫ്ലാറ്റിലേക്ക് വർഷം 2022 നീ പറഞ്ഞത് ശരിയാ പറ്റി. ഹലോ ഐശ്വര്യ വിളിച്ചോ ഞാൻ പോക്കോളാം.
ഹലോ എടാ മയില് നിന്റെ ഒടുക്കത്തെ ഐഡിയ അവളെന്റെ മോറടിച്ച് പൊളിച്ച് അതുപോലെ എന്റെ വീട് ഫുള്ള് അവള് വലിച്ചു കളിട്ടെ മുട്ടപ്പിരാന്തടാ ഇത് വേഗമാണ്. അജു ഹലോ ഹലോ പ്ലീസ് ഗൗരി നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? അതെനിക്കിവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു. ജോലിയില്ലാതെ നിനക്ക് എന്ത് പണി? ഇവള് മറ്റേ ഇവനില്ലേ വരൂ അവന്റെ അമ്മാന്റെ മോളാണ്. ഇവളെന്താ ഇവിടെ? ഇവിടെ ഇന്നൊരു പാർട്ടി ഉണ്ടായി അതിനു വേണ്ടി വന്നാ. പാർട്ടിക്ക് നീ എന്നെ ഞാൻ വിളിച്ചില്ല. നിന്നെ വിളിച്ചായിരുന്നു, നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. അവളെ ഒട്ടും കുളിച്ചിട്ടൊന്നുമില്ല, ഫ്രഷ് ആയിട്ടില്ല. ഒന്ന് ഫ്രഷ് ആക്കട്ടെ കേട്ടാ. അവളത് നീ കയറിക്കോ, കുളിക്ക്. വാ നീ ഇവിടെ ഇരിക്കും, കൊറേ ട്രാവൽ ചെയ്ത് വന്നല്ലേ. നീ എന്തിനാ അവളെ ഫ്രഷ് ആക്കാൻ പോണ? ഗസ്റ്റല്ലേ കേട്ടുണ്ടല്ലോ. ചില്ലുറാന്തൽ വിളക്കേ ചിരി നീ പൊഴിക്കേ ഇടനെഞ്ചിൻ മണിച്ചെപ്പൊന്നു നിറഞ്ഞു ചന്തം തുടിക്കേ കിന്നരിക്കാനടുക്കേ ഉലയും പതുക്കേ പുതുവെള്ളിക്കൊലുസിട്ടെന്റെ മനസ്സിലെത്തും ഉഷസ്സേ. മറ്റോള് പോയാ? മറ്റവളാ? അതല്ല അമ്മാവന്റെ മോള്, അവള് താരേ വരും വന്നേക്കണ്. അമ്മാവന്റെ മോളാ? അമ്മാവന്റെ മോള്. ആ അതെ, അമ്മാവന്റെ മോള്. അമ്മാവന്റെ മോള്. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അമ്മാവന്റെ മോള് അല്ലേ? എടുക്കടാ കുട്ടി. അത് വേണ്ട, നമുക്ക് വേറെ പണിയുണ്ട്. നീ ചെല്ല്. ശരി. അത് നിന്നെ എന്തിനാട്ടി ഞാൻ വിളിച്ച? അവൾ ഇവിടുന്ന് ഒഴിവാക്കി വിടാനാണ്, അല്ലാണ്ട് ഇവിടെ സ്ഥിരമാക്കാനല്ല. എന്ത് ഫ്ലോ? നിന്നെ കൊണ്ട് നടക്കുന്ന ഇരിക്കുന്നു കേട്ടാ. ഞാൻ കുറച്ചാണല്ലേ, നീ എന്നെ ഫോണിൽ വിളിച്ച് ഐശ്വര്യ കേസ് പറഞ്ഞില്ലേ, ഞാൻ വിളിച്ചിട്ടുണ്ടായി, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പോളോ അവളിപ്പോ വരും. ആ ഹായ് അജോ, ഐശു വന്നേക്കണു. ഹായ് അർജുൻ. ഇവളേതാ? അവള് താരയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഐഷു. ഐഷ അല്ലേ? അതെ, ഇവര് നമ്മുടെ ഗസ്റ്റ് ആണ്ടാ. ഒന്ന് ഡീൽ ചെയ്യണേ. നിങ്ങൾ എല്ലാരും കൂടെ സംസാരിച്ചിരിക്കും. ഓക്കെ വരണേ, നിങ്ങൾ വന്നേ. നീ വാ വാ വാ. എന്താണ് ഓക്കെയാ? ഐശ്വര്യനെ വിളിക്കാൻ വേണ്ടി എന്തിനാണ് ഈ ഐശ്വര്യനെ വിളിച്ചോണ്ട് പോകാ? നിന്റെ ഐശു ഇവിടെ ഉള്ള ആ സാധനത്തിനെ ഒഴിവാക്കാൻ വേണ്ടി നിന്നെ വിളിച്ച. അപ്പൊ നീ പുതിയ ഇറക്കുമതികളെ കൊണ്ടൊന്ന് ഇറക്കണ. എനിക്കറിയത്. എടാ ആ 3 സാധനങ്ങളും കൂടെ ഒരുമിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാ പൊളിയും. പോരാത്തതിനാണ് ഉണ്ടാക്കില്ലേ, അതൊക്കെ എല്ലാം അറിയാം. അവൾ എന്തോ ഭാഗത്തിൽ ഒന്നും ഉണ്ടാക്കാണ്. അതും പോരാന് ഗൗരിയുടെ കേസ് ഐശ്വര്യ അവളപ്പത്തന്നോട് ഇറങ്ങിപ്പോ. നിനക്കപ്പൊ ഗൗരീനല്ലേ വേണ്ടേ? എനിക്ക് 2 പേരെയും വേണം, ഐശ്വര്യയും വേണം, ഗൗരീനെയും വേണം. ഒരു കാര്യം ചെയ്യും, ഇപ്പൊ 2026 അവളോട് ചേർത്ത് ഇവിടെ അങ്ങോട്ട് പാർപ്പിക്കുക. എനിക്ക് നല്ല താല്പര്യമുണ്ട്, പക്ഷെ 3 കൂടെ ഒരു സ്ഥലത്ത് വേണ്ട. എടാ മാറി. എടാ അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. നിന്നെ എന്തിനാ വിളിച്ചതെന്ന് വെച്ചാ നീ ചെയ്യും, അത് നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഡീൽ ചെയ്തോളാം. അങ്ങനെയില്ല, ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. അതിന് എന്താ പറയാം. ഇപ്പൊ വരാട്ടോ. അർജുനെ ഞാൻ വിളിക്കാൻ നിൽക്കായിരുന്നു, അപ്പോഴാ വരും വിളിച്ചത്. ഐ റിയലി മിസ് യു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ വേറൊരു കാര്യം പറയാനാ വിളിച്ച. മറ്റേ ആ പെണ്ണില്ലേ ഗൗരി, അവളായിട്ട് വലിയ കമ്പനിയൊന്നും വേണം. എന്താ? അവൾക്ക് തലക്കാല സുഖമാണ്. പിന്നെ എന്തിനാ അതിനൊക്കെ ഇവിടെ കൊണ്ട് താമസിച്ചിരിക്കുന്നത്? മറ്റേ വരുണില്ല എന്റെ കൂട്ടുകാരൻ, അവന്റെ അമ്മാന്റെ മോളാണ്. ഇവൻ എവിടെ പോയാൽ ആ പെണ്ണും വലിഞ്ഞേറി വരും. നമുക്കൊല്ലും പറയാൻ പറ്റുമോ? അതുമാത്രമല്ല, ചിലപ്പോ അവൾ എന്റെ ഗേൾ ഫ്രണ്ടാന്നൊരു പറഞ്ഞോളി. നീ അന്ന് കേട്ട് വിശ്വസിക്കണ്ട. എന്ത് പറഞ്ഞാലും ഇങ്ങനെ തലയാട്ടി കൊടുത്ത് നിങ്ങളിപ്പോ വയലന്റോ. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം ഐ ഓൾസോ മിസ് യു. നീ എന്താ ഇവിടെ?
മച്ചാനെ നിനക്ക് പറയാണ്ട് തന്നെ വീടൊക്കെ മനസ്സിലായില്ല. ഇങ്ങോട്ട് വന്ന് ഞാൻ കാര്യം പറ്റും അതൊക്കെ പറയാ. അജു അജു ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഞാൻ വന്നിട്ട് പറയാം. ഇങ്ങ് വന്നേ. അജു രാവിലെ വന്നിട്ടുണ്ട്. എന്റെ എക്സ് രാവിലെ എന്റെ കുട്ടികളെ വരുവാണ് വിളിച്ചോണ്ട് വന്നത്. അവരെ സഹിക്കാൻ പറ്റില്ല, ഭയങ്കര ടോക്സിക് ആണ്, ഭയങ്കര തൊല്ലാണ്, ഭയങ്കര ടോർച്ചറാണ്. എനിക്ക് പറ്റില്ല, അവര് ഇപ്പൊ തന്നെ പറഞ്ഞോടാ. ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കേ, ഇവിടെ ഉണ്ടല്ല മൊത്തം പ്രശ്നങ്ങളാ. അതുകൊണ്ട് ഞാൻ നിന്നെ വിളിച്ചേ. ഇവിടെ അങ്ങനെ ഒറ്റ ഒരെണ്ണത്തിന് ബുദ്ധിയില്ല. ആകെ കുറച്ച് ബുദ്ധിയുള്ളത് എനിക്കാന്ന് നിനക്ക് അറിയാലോ. ഞാൻ പറഞ്ഞില്ല എൻ്റെ ആ കൂട്ടുകാരൻ അജു, അവന് നാട് നീള പള്ളി ഒരു പള്ളിന്ന് പുതിയത് വിളിച്ചിട്ടും തന്നെയുള്ള. ഞാൻ വണ്ടിയല്ലേ, ഞാൻ പോയിട്ട് വന്നേക്കാം. അല്ല ഇപ്പൊ നീ പോകണ്ട, ഇതെല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പോയാ മതി. അപ്പൊ ആ പെണ്ണോ? ഏത് പെണ്ണ്? ആ ബ്ലൂ ടീഷർട്ട് ഇട്ടിട്ട് പെണ്ണ് നീ വന്നപ്പോ മുമ്പിലിരുന്നവളാണ്. അവളൊക്കെ അവന്റെ സെറ്റപ്പാടാ. അവളാണെങ്കിൽ 2026 പറയുന്നുണ്ട്. ഭാഗ്യത്തിന് ബുദ്ധിയില്ല, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഈ ഐഷു, ഗൗരി, ഈ രാഹുൽ ഇതിനൊക്കെ ഈ ഫ്ലാറ്റിലേക്ക് വിളിച്ചോണ്ട് വന്നേക്കണ ആവശ്യം എന്താണ്? അത് ഞാൻ ഡീൽ ചെയ്തോളാം, നീ ഒന്ന് ആലോചിക്കണ്ട. ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ നിന്നെ വിളിച്ചാണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ശരിയാക്കി തരാം. നീ എങ്ങോട്ട് പോണേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? എന്റെ ബോയ്ഫ്രണ്ട് ആയിരുന്നു നോക്കാൻ എനിക്കറിയാട്ടാ. അജു പറഞ്ഞു ശരിയാ. അജു എന്താ പറഞ്ഞു? അജു എന്താ പറഞ്ഞ പറ. അജു ഒന്നും പറഞ്ഞില്ല, നിങ്ങൾ വന്നേ. ഒന്നും പറഞ്ഞില്ല, ഇവിടെ ഉണ്ടോ? എവിടെയായിരുന്നു ഇത്ര നേരം വിളിക്കുന്നത് ഞാൻ? നീ ഇത് എവിടെയായിരുന്നു? നീ എന്തിനാ വിളിക്കണ? ചീത്ത പറയാനല്ലേ? എനിക്ക് വൈകിയടാ, എനിക്ക് ചീത്തയിട്ട് മതിയായി. എന്നും പറഞ്ഞു നിനക്കൊന്ന് കോൾ അറ്റൻഡ് ചെയ്തൂടെ? എനിക്ക് എപ്പോ ഒന്ന് പുറത്തു പോകണ്ടേ, എന്നിട്ട് വന്നിട്ട് സംസാരിക്കും. നീ ഇതെങ്ങോട്ടാ പോണേ? നീ എന്താ കാണിക്കണ രാഹുലെ? നീ ഈ കോലത്തിലാണോ പോണേ? നീ ആരോട് ചോദിച്ചിട്ട് ഈ മുടി വെട്ടിയേ? എനിക്ക് അടക്കൊതുക്കൂലാത്ത പെണ്ണുങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടാ. രാഹുൽ നീ പറയണ കേട്ട് എനിക്ക് നിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ല. എനിക്ക് റിലേഷൻഷിപ്പ് പറ്റണില്ല. അല്ലേലും നിന്നെ പോലെയുള്ളതൊന്നും എനിക്ക് വേണ്ടടി. എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ ഫ്രണ്ട് തരുന്നോ? എന്റെ ഫ്രണ്ടാ? ആ, ഞങ്ങളിപ്പോ പരിചയപ്പെട്ടില്ലേ? വാ എല്ലാരും ഇരിക്കും. ഇവന് ശരിക്കും അതാണല്ലേ. ഞാനിപ്പോ വരാം. നീ എന്താ ഇവിടെ? നീ ഇപ്പൊ തന്നെ വിളമ്പ് തരില്ലേ? അത് ഇവളെന്റെ ഹലോ, ഹായ്, ലിസല്ലേ? വാ. താരമൊന്നുമില്ല. എന്താ താരം, എന്താ പ്രശ്നം? നീ എന്താ അജുവിന്റെ ഫ്ലാറ്റില്? ഞാൻ ഇന്നലെ കിടന്നുറങ്ങുമ്പോ 2026 ഇന്ന് എണീറ്റപ്പോ 2022. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ലിസല്ലേ? അതെ. നീ സൈക്കോളജി അല്ലേ പഠിക്കണേ? അതെ. ഓ, അപ്പൊ അതിനായിരിക്കും കൊണ്ടുവന്നേ. എടി അങ്ങനല്ല. നീ ചെന്നൈയിലല്ലേ പഠിക്കണേ? അതെ. എനിക്കിതൊക്കെ അറിയാം. എടി ഇവള് പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് തോന്നുന്നു. അവക്ക് തോന്നിയില്ലേ? നീ വന്നിരിക്കും, ഞാൻ പറയാം. ഇപ്പൊ ഇന്നലെ എന്താ നടന്നത്? എനിക്ക് ഓർമ്മ കിട്ടണില്ല ശരിക്കും. അല്ല നീ ഒന്ന് ഓർത്ത് നോക്കിയേ. എനിക്ക് ഓർക്കാൻ പറ്റുള്ളടി, ഞാൻ ഇന്നലെ എന്തോ അടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ കിട്ടണില്ല. ഹലോ, ഞാൻ ദേ പുറത്ത്. ഇങ്ങോട്ട് വന്നെന്നാ? 1 മണിക്കൂറിലാ? ഇല്ല, ഞാൻ അവിടെ ഇല്ല. ഹലോ, എന്താ അമ്മ വന്നു. എന്തായി? ശരിയായില്ലേ? നിനക്ക് നീ മതിയായില്ലടാ. നീ ആ ഗ്യാപ്പിൽ പോയിട്ട് വീട്ടിൽ പോയി ഡ്രസ്സ് മാറി കുട്ടപ്പനായിട്ട് വന്നല്ലേ? ഒരുപാട് പെൺപിള്ളേരൊക്കെ ഉള്ളതല്ലേ? ഐശ്വരി, നീ നമ്മ നിന്റെ വീട്ടിലോട്ട് വന്നാ പോണോ? നിന്റെ വീട്ടിലോട്ട് എല്ലാ ഐശ്വര്യം എല്ലാ സാധനവും കൂടെ ഇവിടുന്ന് ഇറങ്ങി പടിയായിക്കോ. രാത്രി വീട്ടിൽ നിന്ന് വിടുന്നു, ഞാൻ പോവാം. ഞാൻ വരില്ലേ? ഇവിടെ കുറെ എണ്ണം ഉണ്ടല്ലോ, അത് സജസ്റ്റ്. അങ്ങനല്ല, പോയിട്ട് വേഗം വരണേ. എന്റെ ഫ്ലാറ്റില്ല, ചേട്ടൻ്റെ ഫ്ലാറ്റാ, അറിയാലോ. ഇപ്പൊ പോയേക്കണ കാരണം മാത്രം നല്ലതാ. എനിക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. നശിപ്പിക്കരുത്. അതിനുള്ളിൽ 5 ദിവസം ഉണ്ട് നിങ്ങൾക്ക്. നീ കാരണങ്ങളൊക്കെ ഇറക്കി വിട്ട് കേസും തീർത്തുവിട്. ഞാൻ പോട്ടെ. കാണാം. കാരണങ്ങളൊക്കെ പോവാം. അറിയില്ല, ഓരോരുത്തരായിട്ട് വിടുന്നുണ്ട്. ഓരോ സ്ഥലത്തായിട്ട് ഇവിടെ വന്ന് നിൽക്കേണ്ട അവസ്ഥ. ഏതാണ്ട് ഒരു കാര്യം പറയട്ടെ, എന്താ സംഭവിച്ചെന്ന് അറിയാൻ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ തലയിൽ നടന്ന് എന്താണെന്ന് ആലോചിക്കണം. നമുക്ക് ഇട്ടേടി. അതെ, എല്ലാ സാധനങ്ങളും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. നീ പറഞ്ഞു ഇങ്ങനെ വന്നു. എടാ അജു, അതിനെ പറ്റി എന്തെങ്കിലും ഓർമ്മ വേണ്ട. ഇവിടെ പറയണ ഇന്നലെ ഇവളുടെ ബർത്ത്ഡേ ആയിരുന്നു, പക്ഷെ അതിന് ശേഷം ഒന്നും ഇവൾക്ക് ഓർമ്മയില്ല. ഇവളെന്താ ഇങ്ങനെ സോൾവ് ചെയ്യാനാ? എന്നാ ഇവളോട് ഓർമ്മയുള്ളതെങ്കിലും ഒന്ന് പറയാൻ പറ. നിനക്ക് നമുക്ക് കണ്ടതെങ്കിലും ഓർമ്മയുണ്ട്, അതെങ്കിലും ഒന്ന് പറയാൻ പാടില്ലേ? എന്നാ പിന്നെ അതിനെ പറ്റി പറ. ഈ ടൈം ട്രാവൽ ഒക്കെ കേൾക്കാൻ നല്ല രസമായിരിക്കില്ലേ?
അവളോടൊന്നും പറയണ്ട. നീ ഇവിടെ ഇരിക്കും, ഞാൻ എങ്ങനെ കണ്ടതെന്ന് എല്ലാം പറയാം. നിന്റെ പ്രശ്നം സോൾവ് ആവുമല്ലോ. ശരിക്കും പറഞ്ഞാൽ that was my best moments. ലൈക്ക് അജുനെ ഞാൻ കാണാൻ എൻ്റെ ബർത്ത്ഡേക്ക് തന്നെയാണ്, എൻ്റെ 21st ബർത്ത്ഡേക്ക്. നീയെ കൊണ്ടുവരുന്ന ആദ്യമായിട്ട് ഞാൻ തിരികെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അന്ന് അവളെ ഫസ്റ്റ് മീറ്റ് ചെയ്യണത്. സോ അവൻ പറയുന്നത് എപ്പോഴും ലൈക്ക് ഞാൻ എൻ്റെ ലവ് ഫസ്റ്റ് സൈറ്റ് ആണ്. അതെനിക്ക് പിന്നെ ഓർമ്മ തന്നെ ഇല്ല. ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നൊരു നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. അന്ന് തന്നെ എൻ്റെ നമ്പറൊക്കെ മേടിച്ചിരുന്നു പുള്ളി. അത് കഴിഞ്ഞിട്ട് പിന്നെ തീരെ സംസാരമായി, കോളിംഗ് ആയി, മീറ്റിംഗ് ആയി. നീ എന്നും വരും ഞങ്ങളുടെ കൂടെ. അത് കഴിഞ്ഞ് എന്താ പറയുക, ലീവിങ് ആവാന്നുള്ളൊരു പ്ലാനിലേക്ക് വന്നു. ആ ലീവിങ് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 കൊല്ലമായിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ബർത്ത്ഡേ ആയി. ശരിക്കും ഞാൻ പറയാൻ 2022 എനിക്ക് മനസ്സിലാവണി നിർത്തും. ഇപ്പം എൻ്റെ സംഭവത്തിനൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ബ്രെയിനൊക്കെ എൻ്റെ അമ്മ ക്ഷീണൊക്കെയാണ്. ഇതൊക്കെ പറ്റുന്നില്ല. പറയുന്നതിലൊക്കെ എന്താ കാര്യമുണ്ട്? എനിക്ക് തോന്നുന്നുണ്ട് ഒരാൾക്ക് ഇത്രയൊക്കെ ഉണ്ടാക്കി പറയാൻ പറ്റും. പിന്നെ താരാന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അവളിങ്ങനെ കള്ളൊന്നും പറയില്ല. എനിക്ക് തോന്നുന്നു അവള് പറയണതൊക്കെ സത്യം തന്നെയാണ്. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഗിൽറ്റ് അടിക്കണം. ഇവളായിട്ട് എന്തോ റിലേഷനിലായിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ ഇവൾ ആദ്യമായിട്ട് കാണണം. എനിക്കതൊന്നും മനസ്സിലാവില്ല. സർപ്രൈസ്, ഹാപ്പി ബർത്ത്ഡേ. കിടക്കതട്ടാ പോരാട്ടാ, പറഞ്ഞല്ലേ പോരാ. സർപ്രൈസ്. നിന്റെ കൂടെ ഇരുന്ന മൊമെന്റാണ് ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ്. നമ്മളൊന്നും കൂടെ കണ്ടതായിരുന്നെങ്കിൽ, ഒന്നും കൂടെ കണ്ടിരുന്നെങ്കിൽ നല്ലായിരുന്നേ. ഹാപ്പി ബർത്ത്ഡേ. വിളിക്കും വിഷുവായി. അജുൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റിലേക്ക് അവന് പോകാൻ പറ്റണേ. അതിൻ്റെ കൂടെ ഞാനും ഉണ്ടാവണം. അപ്പൊ എനിക്കോ അജുൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റിലേക്ക് അവന് പോകാൻ പറ്റണേ. അതിൻ്റെ കൂടെ ഞാനും ഉണ്ടാവണം. അജു എന്താ അജു അവരൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ രാവിലെ പോയി. ഞാൻ ഈ ഡ്രസ് ഇട്ടേക്കണേ. നീ ഓരോ സമയത്ത് ഡ്രസ് ഇട്ടെന്നും പറഞ്ഞ എന്നോട് ചെയ്യാൻ എന്തോ വേണ്ട. എന്നോട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. എന്റെ കൂടെയാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് മൂമെന്റ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ അഴിഞ്ഞാറിനായിരുന്നു എന്റെ ഹാപ്പിയസ്റ്റ് മൂമെന്റ്. എന്തോ ഭാഗ്യത്തിന് ഞാൻ ആ വിഷ ആഗ്രഹിച്ച്. അപ്പൊ നിന്റെ തനിക്കൂടെ എനിക്ക് മനസ്സിലായ എന്തൊക്കെ പറയാ. പോവാ. നീ എങ്ങാട്ടടി നീ പോണാ? നീ ഞാൻ എന്തുന്നാടി കാണിക്കണ്ട. നിനക്ക് തോന്നുമ്പോ ഇറങ്ങി പോകാനായിട്ട് നിന്റെ സത്രോ. നീ പറഞ്ഞ കൊണക്കഥ കേട്ടാണ് എല്ലാ സാധനത്തിനും ഇവിടെ ഇറക്കി ഓടിച്ചാ. അപ്പൊ അവസാനം നീ ഇറങ്ങി പോണോ? നീ ഇത് ആദ്യമേ ചെയ്തായിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാവായിരുന്നോടാ. പോയി തന്നേക്കാം. അപ്പൊ നിന്റെ പ്രശ്നം തീർന്നില്ലേ? നീ ഇറങ്ങി പോയി. നീ പോകുമ്പോ നിന്റെ എല്ലാ സാധനം എടുത്തോണ്ട് നീ പോയി. ആ പേരും പറഞ്ഞ് തിരിച്ചാണെന്ന് വിചാരിക്കണ്ട. സോറി. ഇറ്റ്സ് ഓക്കേ. എനിക്ക് കൂടെ സപ്ലിയൊക്കെ ഉണ്ട്. അതൊക്കെ അറിയാലാ. 4 വർഷം എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയാന്നുള്ള നീ പറയണ. മൊത്തത്തിൽ നിന്ന് റിച്ചാക്കി എടുക്കണം.